ഇതിപ്പോൾ ഒരിക്കലും ഇറാനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. ഇസ്രായേലാണല്ലോ ആദ്യം കയറി അങ്ങോട്ട് അടിച്ചത്. എന്തിനാണ് അടിച്ചത്? ഇറാൻ്റെ കൈവശം ആണവായുധമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധം ഇല്ലേ? ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്. അപ്പോൾ ആണവായുധം കൈവശമുള്ള ഇസ്രായേൽ എന്ന രാജ്യം ആണവായുധം കയ്യിൽ വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറാനെ കയറി അടിക്കുകയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള കാര്യം ലോജിക്കിൽ വെച്ചാൽ തന്നെ ഇത് ഭയങ്കര മോശം കാര്യമാണ്, അല്ലെങ്കിൽ ശരിയായ കാര്യം തെമ്മാടിത്താണ് ഈ കാട്ടുന്നത് എന്ന് പറയുന്നത് ഇസ്രായേലെ ചൂണ്ടി പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ആളുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും സങ്കീർണമായിട്ടാണ്, അങ്ങനെ സിമ്പിളായിട്ട് കാണേണ്ടതല്ല ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, യുദ്ധം എന്നൊക്കെ പറയും. പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ. മനുഷ്യരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് തങ്ങൾ കൈവശം വെക്കുന്ന ഒരു ആയുധം മറ്റൊരാൾ കൈവശം വെക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ആക്രമിക്കുന്നതിൽ അതിൽ തന്നെ തെറ്റുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നിയത് ഈ ട്രംപിൻ്റെ ഇടപെടലാണ്. എനിക്ക് ഈ നിങ്ങളുടെ സുപ്രീം ലീഡർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഖൊമേനിയുടെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. വിളിച്ച് പുറത്തിട്ട് കൊല്ലാൻ അറിയാനിട്ടല്ല എന്നുള്ള മട്ടിലാണ് ഈ ട്രംപ് പെരുമാറുന്നത്. ഒരു 2-3 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 1-2 മാസം മുമ്പാണ് ഹർഷൻ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടായപ്പോൾ സമാധാനത്തിൻ്റെ അപ്പോസ്റ്റലിനായിട്ട് ട്രംപ് അങ്ങോട്ട് വന്നത്. സമാധാനത്തിൻ്റെ അപ്പോസ്റ്റലിനായിട്ട് അയാൾക്ക് സമാധാനത്തിന് നൊബേൽ പ്രൈസ് കൊടുക്കണമെന്ന് പോലും ചില ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാനന്ന് നമ്മുടെ RDXൽ ഞാനന്ന് പറഞ്ഞു, അതായത് ഇവന്മാർക്ക് ഈ അമേരിക്കയ്ക്ക് യുദ്ധം കൊണ്ടാണ് ലാഭമെങ്കിൽ യുദ്ധമാണ് ഇഷ്ടം, സമാധാനം കൊണ്ടാണ് ലാഭമെങ്കിൽ സമാധാനമാണ് ഇഷ്ടം. ഇവിടെ സമാധാനത്തിനായിരുന്നു അന്ന് കച്ചവടം, ഇന്ന് യുദ്ധത്തിനാണ് കച്ചവടം. ട്രംപ് കയറി ഇടപെട്ടിട്ടാണ് ഈ പരിപാടികൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് ഏറ്റവും വലിയ ദുഃഖകരമായ അല്ലെങ്കിൽ ഭീഷണിപ്പെടുന്ന ഒരു കാര്യം, ഇവരാരും വെറുതെ ഇരിക്കുകയല്ല. അപ്പുറത്ത് ഹൂതികളുണ്ട്, മറ്റ് ഹിസ്ബുള്ളയുണ്ട്. അവർക്കൊക്കെ അവരാവും വിധം അവിടുന്ന് അടിച്ചു തുടങ്ങിയാൽ, അമേരിക്കയുടെ ബേസിസ് മിഡിൽ ഈസ്റ്റിലുള്ള ബേസിസിലേക്ക് ഇവർ വല്ലതും അടിച്ചു തുടങ്ങിയാൽ ഇന്ത്യയിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവും. ഞാനും ഹർഷനും അടക്കമുള്ള നമ്മുടെ ചുറ്റുപാട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ അടക്കം എത്രമാത്രം പ്രയാസപ്പെടുന്ന ജൈവിളിക്കുന്ന ആളുകൾ എത്രമാത്രം സങ്കടകരമായ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ CPM-കാരുടെയും കോൺഗ്രസ്സുകാരുടെയും BJP-കാരുടെയും വീടുകളിലെ മനുഷ്യർ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് അവരുടെ കുടുംബങ്ങളെ പോറ്റുന്നുണ്ട്. ഈ ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കപ്പെടുന്ന രാഷ്ട്രവും ഈ അഹങ്കാരികളുടെ രാഷ്ട്രമായിട്ടുള്ള അമേരിക്കയും ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഈ പ്രശ്നം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന സമാധാനത്തോടെ കേരളത്തിൽ ഇരിക്കുന്ന ആളുകളടക്കം സങ്കടപ്പെടുന്ന കാലം വരാതിരിക്കട്ടെ. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.